ഇന്ന് പപ്പായ വെച്ചുള്ള റെസിപ്പിയാണ് കേട്ടോ. ഒരു വീഡിയോയ്ക്ക് വേണ്ടി പപ്പായ പറപ്പിക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ പോയിട്ട് നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് വരാം. അപ്പോൾ പപ്പായ നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിനകത്തുള്ള സീഡൊക്കെ മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു പപ്പായയുടെ ഗുണങ്ങളൊക്കെ ഞാൻ പറയണ്ടല്ല, മാക്സിമം എല്ലാവർക്കും അറിയാം. നല്ല കാഴ്ച ശക്തിക്ക് ഈ ഒരു പപ്പായ നല്ലതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നമ്മൾ മാക്സിമം നമുക്ക് ഒരു വീക്കിൽ ഒരു പ്രാവശ്യമെങ്കിലും കൊടുക്കണം. ഇത് വീട്ടിൽ തന്നെ നടാന്നേ ഉള്ളൂ കേട്ടോ. വീട്ടിൽ നട്ട് നമുക്ക് ഒരുപാട് പപ്പായ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഒരു വീട്ടിൽ ഇതൊക്കെ അത്യാവശ്യമായതാണ് കേട്ടോ. അപ്പം ഇതെല്ലാം ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കഴിക്കാതിരിക്കാൻ മനസ്സ് പറഞ്ഞില്ല. കാര്യം അത്ര നന്നായിട്ട് പഴുത്ത പപ്പായാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഈ ഒരു പപ്പായ ഇട്ട് ഒരു ഗ്ലാസ് നല്ല തണുത്ത പാൽ ഒഴിച്ച് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഇതിൽ ഷുഗർ ആഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. കാര്യം പഴുത്ത പപ്പായാണ്, നല്ല മധുരമുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ആക്കിയിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു നോക്കണം, നല്ല ടേസ്റ്റാണ്. പപ്പായ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായി ഇഷ്ടമാവും. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.